നോക്കൂ. അപ്പൊ മുത്തശ്ശിനെ വിളിച്ചിരിക്കുന്നു അല്ല, എങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ, നോക്കൂ നോക്കി വിളിക്കുള്ളൂ. അപ്പൊ മനസ്സിലാവണം, ദേ ഇങ്ങനെയൊക്കെയാണ്. മുത്തശ്ശന്റെ പേര് ദേ എന്നാണ്. അപ്പൊ നോക്കണം, മനസ്സിലാവും എന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ആ പേരൊന്നും വിളിക്കാൻ, മുഖത്ത് നോക്കാൻ തന്നെ, മുഖത്ത് നോക്കിയാൽ മൂത്രമൊഴിക്കുക അവര്. അത്രയാണ് അവരുടെയൊക്കെ പ്രഭാവങ്ങളെ. അത് കഴിഞ്ഞ് എറണാകുളം വരെ ഏട്ടനും, എറണാകുളം കഴിഞ്ഞാൽ ചേട്ടനുമായി. ഇപ്പൊക്കെ ചേട്ടനാണ്. കേശവേട്ട ഇവിടെ വരൂ, കേശവൻ ചേട്ടാ ഇവിടെ വരൂ, ചേട്ടന്മാര് വന്നു. അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, രമേശ് ഇവിടെ വരൂ. എവിടെ എത്തി കാലം? ചിരിക്കുന്നു വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനി എന്നാവോ, എടാ രമേശ് ഇവിടെ വാ, അത് അധികമൊന്നും വൈകണ്ട, എത്തി, ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. അതൊക്കെ എടാ പോടാന്നൊക്കെ വിളിക്കുന്ന ഒരു കാലം വരും. എന്താ നോക്കുക, എവിടെ എത്തി സംസ്കാരം എന്നുള്ളത്, ആദരവ് എന്നുള്ളത് ക്രമേണ കുറഞ്ഞു. എന്നാൽ ഇനിയിപ്പോ ഏട്ടാ ചേട്ടാന്നൊന്നും വിളിക്കണം എന്നല്ലേ പറയുന്നത്. പക്ഷെ ഭാഷയിൽ കുറച്ചൊരു ആദരവുണ്ടെങ്കിൽ കുട്ടികൾക്ക് അച്ഛനമ്മമാരോടൊരു റെസ്പെക്ട് വരും. ഇന്ന് കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് റെസ്പെക്ട് വരാത്തതിന് കാരണം അവരുടെ തന്നെ, അച്ഛനമ്മമാരുടെ ഇടയിൽ തന്നെ റെസ്പെക്ട് കാണുന്നില്ല. അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ അച്ഛനമ്മമാരോട് റെസ്പെക്ട് ഉണ്ടാവുക? ഇതൊന്നും പറഞ്ഞുണ്ടാക്കേണ്ടതല്ല, ഇതൊക്കെ ആചരിച്ചുണ്ടാക്കേണ്ടതാണ്, അല്ലേ? അതാണല്ലോ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവേതരോചനാം സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ലോകം അനുവർത്തിക്കണമെങ്കിൽ യദ്യദാചരതി, നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ അമ്മ അച്ഛനെ അഭിസംബോധന ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? കുട്ടി കാണുന്നുണ്ട്. അച്ഛൻ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? അച്ഛൻ അമ്മയെ എടി എടി എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുട്ടിക്ക് അമ്മയോട് ആദരവുണ്ടാവില്ല. അവനും തോന്നും ഏതൊരു എടിയാണെന്നാണ്. ഇനി ശരിയല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. അതൊക്കെ ഓരോ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മൾ ഒഴിച്ചു വരുത്തുമ്പോഴാണ് സമൂഹത്തിൽ നമ്മൾ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ പറയുന്നു വിശ്രംഭേണ. വിശ്രംഭേണ എന്ന് പറഞ്ഞാൽ വളരെ ആദരവോടെ, ആത്മശൗചേന, വളരെ ശുചിത്വത്തോടു കൂടിയിട്ട്. ഒരു ഭാര്യ എന്ന് പറയുമ്പോണ്ടല്ലോ 4 കാര്യങ്ങളാണ് നമ്മുടെ പൂർവികന്മാര് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാര്യേഷു മന്ത്രി, കുശലേഷു ദാസ്യ, ഗൃഹേഷു ലക്ഷ്മി, ശയ്യേഷു വേശ്യ. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു സ്ത്രീയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താർത്ഥം? കാര്യേഷു മന്ത്രി എന്ന് പറഞ്ഞാൽ വീട് കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഒരു അടുക്കവും ചിട്ടയും ആർക്കുണ്ടാവണം? ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവണം. അതായത് നല്ല വെൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഉഷാറായിട്ട് ഭാര്യ ഇരിക്കുന്ന, രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് ഭർത്താവ് കാണുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നണമെന്നാണ്. അങ്ങനെ ഒരു മുഖം കണ്ടുകൊണ്ട് വേണം ഭർത്താവ് ഉണർന്നു വരാൻ എന്നുള്ളതാണ്. രാവിലെ അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ. തുടങ്ങിക്കഴിഞ്ഞാലല്ലോ നിങ്ങൾ നോക്കുക, ദിവസം മുഴുവൻ നമുക്ക് പ്രസന്നതയായിരിക്കും. അതിൽ രാവിലെ തന്നെ നമ്മൾ ഒരു ഡള്ളായിട്ട് തുടങ്ങിയ അന്നത്തെ ദിവസം മുഴുവൻ ഡള്ളാണ്. ഈ പെൺകുട്ടി ആത്മശൗചേന ഗൗരവേണ, ഗൗരവം എന്ന് പറഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനോട് വേണ്ടതാണെങ്കിൽ പറയും, വേണ്ടാത്തതാണെങ്കിൽ പറയില്ല. നമ്മുടെ ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ നമ്മൾ ഈ സമൂഹത്തിൽ നിങ്ങൾ പത്രമൊക്കെ എടുത്തു നോക്കൂ. ഒരിക്കലും അദ്ദേഹത്തിന് അരിസ്റ്റോട്ടലിനെ കുറിച്ചൊരു ഇതുമായിട്ട് റിപ്പോർട്ടുമായിട്ട് വേറൊരു ശിഷ്യൻ പ്ലേറ്റോയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അരിസ്റ്റോട്ടലിന്റെ സ്വഭാവങ്ങളൊന്നും ശരിയില്ല. അത് എന്തോ ഇങ്ങോട്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്ലേറ്റോ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നീ പറഞ്ഞാൽ മതിയെന്ന്. അതിലൊന്നാമത്തെ കാര്യം, നീ പറയുന്ന കാര്യം പരിപൂർണമായി സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? 100% അതാണ് സത്യം നിനക്ക് ഉറപ്പുണ്ടോ ചോദിച്ചു. പറഞ്ഞു 100% സത്യമാണെന്നുള്ള എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്നുള്ള ഉറപ്പില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? കേട്ടതുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണ പ്രയോജനമൊന്നും അങ്ങേക്കില്ല, അങ്ങേക്ക് വിഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, ഇനി പറഞ്ഞതുകൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? അപ്പോഴും എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറയുന്ന കാര്യം സത്യമാണെന്ന് ഉറപ്പില്ല, കേൾക്കുന്ന ആൾക്കും പ്രയോജനമില്ല, പറയുന്ന ആൾക്കും പ്രയോജനമില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ, അനാവശ്യമായ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും മാറ്റിവെക്കണം. നമ്മൾ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലല്ലോ, അടുത്ത വീട്ടിലെ ആളുകളുടെ പ്രശ്നം, ഈ വീട്ടിലെ ആളുകളുടെ പ്രശ്നം, അനാവശ്യമായിട്ട് സമയം കളയാ. ഇന്നിപ്പോ ഏതായാലും അതൊന്നും സമയം കളയാൻ സമയമില്ല, അതൊന്നും കേൾക്കാൻ സമയമില്ല. പണ്ട് കാലത്ത് ഇതൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, അന്നായിരുന്നു ഇത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആത്മശൗചേന ഗൗരവേന ധമേന ശുശ്രൂഷയ, ഭർത്താവിനെ നല്ലവണ്ണം എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. എന്ന് വെച്ചാൽ ഭർത്താവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭർത്താവ് പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുക 3 കാര്യങ്ങളാണ്. 1 സ്വഭാവം, 2 ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ നന്നായി വൃത്തിയോടുകൂടിയിട്ട് ഭക്ഷണം വെക്കുക. അതുപോലെ തന്നെ ഭർത്താവിന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക, ഒരു എന്റർടൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാര്യയെ തീരുക. ഇതൊക്കെ സാധിച്ചു കഴിഞ്ഞാലല്ലോ ആ ഭർത്താവ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് സമൂഹത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കൂടുന്തോറും കാണുന്നത് പലപ്പോഴും പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കില്ല, ആഹാരാദികൾ വെക്കാനുള്ള കഴിവില്ല, ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവളാണ്, എന്റർടൈൻ ചെയ്യേണ്ടവളാണ് ഞാനെന്ന ബോധമില്ല. അതൊക്കെ വരുമ്പോണ്ടല്ലോ ഇതൊരു വിവാഹ ബന്ധമായി മാറില്ല. ഇത് ശരീരങ്ങൾ തമ്മിലുള്ളൊരു ബന്ധാവും, അവിടെ എന്തുണ്ടാവില്ല, മനസ്സ് തമ്മിൽ എടുക്കില്ല. അതുകൊണ്ട് കിടപ്പറയിൽ അവർ ഒരുമിച്ച് ശരീരം കൊണ്ട് കടന്നാലും മനസ്സുകൊണ്ട് രണ്ടുപേരും ധ്രുവങ്ങളിലായിത്തീരും. ഇതൊക്കെ അച്ഛനമ്മമാര് വളർത്തിയെടുക്കേണ്ടതാണ്. പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ അവർ മറ്റൊരാളോട് പെരുമാറുന്നതിൽ വേണ്ടത്ര ഒരു പ്രസന്നത കാണിക്കുന്നുണ്ടോ, അവർ ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമോ, അവരുണ്ടാക്കിയത് മറ്റുള്ളവർക്ക് കഴിക്കാൻ തോന്നുമോ. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ ഓരോ അനുഭവങ്ങളാണ്, വെറുതെ നിങ്ങളോട് പറയല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്നത് വേണ്ട രീതിയിലല്ലെങ്കിൽ അവരുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞു എന്നുള്ളത്, നാളെ ഇത് ദുരന്തത്തിലേക്ക് കലാശിക്കും. അവർ തമ്മിൽ തെറ്റി അയാൾ വേറെ ഒരുത്തിന്റെ കൂടെ പോകും, അവസാനം അമേരിക്കയുടെ ജീവിതം പോലെയാവും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ശുശ്രൂഷയ സൗഹൃദേന വാചാ മധുരയ, വാക്കുകൾ എങ്ങനെയിരിക്കണം, മധുരയ എന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടിട്ട് വർത്തമാനം പറയണമെന്നാണോ? അല്ല, അങ്ങനെയല്ല. എന്ത് പറയുമ്പോഴും ഒരു സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വരാതിരിക്കുക. ഈവൻ ദേഷ്യപ്പെടുന്നത് പോലെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു രസകരമായൊരു ജീവിതം, അതിനൊരു ലൈഫ് ഉണ്ടായിരിക്കണം. എവിടെ സന്തോഷമുണ്ടോ അവിടെ ലൈഫുണ്ട്. എവിടെ എപ്പോഴും മുരടിപ്പും എപ്പോഴും ഈ വിഷമം പറയലും ദുഃഖം പറയലും അതൊക്കെയാണോ, ആ ജീവിതം ഉണ്ടല്ലോ മുരടിച്ചതിന് തുല്യമാണ്. ഒരു ചിരിച്ചു കളിച്ചു കൊണ്ട് ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കണം. അതാണ് എന്നെ സംബന്ധിച്ച ജീവിതം. കാരണം കുറച്ചു കാലേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ആ കാലത്തെങ്കിലും നമ്മൾ ചിരിച്ചു കളിച്ച് ജീവിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ചിരിക്കാൻ പോകുന്നത്? ആളുകൾ ഇന്ന് ചിരിക്കാൻ വേണ്ടി ക്ലബിൽ പോവുകയാണ് റിട്ടയർമെന്റിന് ശേഷം. ജീവിതം എന്ന് പറയുന്നത് ഒരു കൃത്രിമത്വമല്ല, ഒരു ലൈഫ് കൊടുക്കണം നമ്മൾ. അപ്പൊ അതിന് നമ്മൾ കുറെയൊക്കെ കാര്യങ്ങളൊക്കെ തമാശയായിട്ട്, കാര്യങ്ങളൊക്കെ ലൈറ്റായി അങ്ങനെ കണ്ട് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ അങ്ങോട്ട് കുറയ്ക്കണം. എത്ര നിങ്ങൾ സീരിയസ് ആവുന്നോ അത്ര നിങ്ങളുടെ മനസ്സൊരു ബോംബാണ്. എത്ര നിങ്ങൾ തമാശയായിട്ട് എടുക്കുന്നോ അത്ര നിങ്ങളുടെ മനസ്സ് ലൈറ്റാണ്, ഭാരമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും സാധിക്കും തമാശയിലൂടെ. നിങ്ങൾക്ക് സാധിക്കുന്നത്, നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുണ്ടല്ലോ അത് ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് എന്ത് പറയുന്നു, മധുരയാ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം, ഒരു മാധുര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി. ലൈഫിന് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടാവണം. ഈ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തലയിലേറ്റിക്കൊണ്ട് രാവിലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്, ഇഡ്ഡലിയോ സാമ്പാറോ പുട്ടോ, എന്തെങ്കിലും നീ ഒന്ന് ഉണ്ടാക്കടിയെന്ന്. അല്ല, നിങ്ങളുടെ അഭിപ്രായം അങ്ങോട്ട് അറിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ പകുതി അഭിപ്രായം പോയി. രസം വേണ്ട, അതിന് ഒരു മാറ്റം വരുത്തും നിങ്ങളതൊക്കെ. ഞാൻ നിങ്ങളെ ഇതാക്കല്ല, സത്യമാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ ഓരോ വീടുകളിലൊക്കെ താമസിക്കുമ്പോഴല്ലോ, ചിലരൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന അവരെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ചിലരിത് വളരെ സീരിയസ് ആയിട്ടൊക്കെയാണ് ജീവിതം കൊണ്ടു നടക്കുമ്പോൾ, എന്താ ഈ കഴിക്കണ സാധനം ദിവസം കഴിക്കുന്നത്, ഇന്ന് ഇഡ്ഡലി നാളെ ഉപ്പുമാവ്, എന്തായാലും ഇതൊക്കെ അരിയോ ഗോതമ്പോ ആണ് സാധനം, വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ശരി, സന്തോഷമായിട്ട് കഴിക്കണോ സ്വീകരിക്കണോ, ആടിപ്പാടി പോകുന്നു. പിന്നീട് പറയുന്നത് വിസൃജ്യകാമം, അതായത് തന്റെ കാമങ്ങളൊക്കെ വിസൃജ്യ. ഭർത്താവിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചില്ല. ആര്? ദേവഹൂതി. നോക്കണേ, ഇന്നത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. പ്രതീക്ഷകളില്ലാതെ അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കല്യാണം കഴിച്ചാൽ തന്നെ പറയാം നമുക്ക് ഷോപ്പിങ്ങിന് പോവാ ചേട്ടാന്നാണ്. അപ്പോഴേ തുടങ്ങി ഷോപ്പിംഗ്. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിംഗ് തുടങ്ങുന്ന കാലത്താണ് നമ്മൾ പേരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ തന്നെ ആദ്യം ഹണിമൂണിനാണ് പോകുന്നത്. എന്തിനാ ഹണിമൂൺ? ഷോപ്പിങ്ങിന് പോവുകയാണ്. ഒക്കെ വേണം, ശരിയാണ്, വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ പ്രതീക്ഷകൾ കൂടുന്തോറും പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിന്റെ രസം ഇല്ലാതെ ക്രമേണ 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 ഇല്ലാതെ മാറും. അപ്പൊ വിസൃജ്യകാമം, എന്ത് കിട്ടിയാലും സന്തോഷം, ദേഷം, ലോഭമഖം എല്ലാം ആ കുട്ടി വിസൃജ്യ വിട്ടു. ഭർത്താവിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചു. എന്നിട്ടോ അപ്രമത്ത യഥാ നിത്യം തേജീയം സമദോഷയൽ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭാര്യയെ പരിചരിച്ചു പറയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുണ്ടല്ലോ ഓരോ വീടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ, ധാരാളം ലക്ഷക്കണക്കിന് പണവും ചെലവഴിച്ച് അങ്ങനെ കുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് കുറെ പണം മാത്രം, കുറെ ആഭരണങ്ങളും കൊടുത്ത് വിടുന്നതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അവരെ കഴിവുള്ളവരാക്കി, ബോധമുള്ളവരാക്കി, അവരെ വിവേകികളാക്കി മാറ്റിക്കൊണ്ട് വേണം പറഞ്ഞയക്കാൻ. എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് എന്റെ കടമകള്, ഏതൊക്കെ രീതിയിൽ ഞാൻ താഴണം, എവിടെയൊക്കെ ഞാൻ ഉയരണം,
ഈ ബോധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് വിവാഹ ജീവിതം നയിക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഇണചേർന്ന് ഇടപഴകി പോവാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് മനസ്സിന്റെ സ്വഭാവങ്ങളൊന്നും അറിയില്ല. ക്രമേണ അടുക്കും തോറും സ്വഭാവങ്ങളൊക്കെ അറിയാൻ തുടങ്ങും. സ്വഭാവങ്ങൾ അറിയും തോറും പണ്ട് കാലത്തുള്ള ആളുകളെ പോലെ എന്നുള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അറിവും കഴിവൊക്കെ അവർക്ക് തോന്നും, ഞാൻ എന്തിനാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ താഴുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഇവർക്കുണ്ടല്ലോ ഉത്തരവാദിത്വം. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം കൂടുതലാണ്, പുരുഷനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് കടമകളെക്കാൾ ഉപരി പ്രതീക്ഷകൾ കൂടും. കടമകളെക്കാൾ ഉപരി പ്രതീക്ഷകൾ കൂടുന്ന സമയത്ത് മനസ്സടുക്കുന്നതിന് പകരം മനസ്സ് അകലും, കുടുംബജീവിതം തകരാറിലാവും. ഇന്ന് അതുകൊണ്ടായിരിക്കാം ഒരുവിധം അച്ഛനമ്മമാരെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആഭരണങ്ങളൊക്കെ വിട്ടുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേഗം ശിഥിലമാകുന്നു കുടുംബ ബന്ധങ്ങള്, കാണുന്നില്ലേ? അപ്പൊ ഇവിടെയൊക്കെയാണ് ഭാഗവതാദികൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ കൊടുത്തോളൂ, കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇപ്പൊ അങ്ങനെ ആയിരിക്കണം. ഇനിയിപ്പോ എന്നാവോ നെറ്റിപ്പട്ടം കിട്ടിയിട്ട് പെൺകുട്ടി വരിക എന്നുള്ളതാണ് ഏറെക്കുറെ അവസ്ഥയിൽ എത്തിച്ചു കാര്യങ്ങൾ. ഇനിയിപ്പോ അതൊന്നും ഇല്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം ജ്വല്ലറിക്കാരും ജ്യോത്സ്യന്മാരും ആ കോലത്തിൽ എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇനിയിപ്പോ അതൊക്കെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറി. ഇനിയിപ്പോ കുറെ കഴിഞ്ഞൊക്കെ മാറും, പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഏതിന് പ്രാധാന്യം കൊടുക്കണം? പെരുമാറ്റം, കഴിവ്, തന്റെ ഡ്യൂട്ടി, കടമ. പെരുമാറ്റം എന്നത് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം. തന്റെ കഴിവെന്ന് പറയുന്നത് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് മറ്റു സാധനങ്ങളോ ഭക്ഷണാദികളോ എന്തും വീട് കൊണ്ടു നടക്കുന്നതിലൊക്കെ ഞാൻ എന്റെ കഴിവ് കാണിക്കണം. അതുപോലെ എന്റെ കടമ, ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ കടമകളാണ് എന്നിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടത്, ഈ ബോധമൊക്കെ ആർക്കുണ്ടാവണം? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവണം. ഇതൊക്കെ ആർക്കുണ്ടായിരുന്നു? ദേവഹൂതിക്ക്. നോക്കൂ, ആ ഒരു സംസ്കാരത്തിന്റെ ഒരു മഹത്വം നോക്കൂ. അതുകൊണ്ടോ കാലം കൊണ്ട് ആ പെൺകുട്ടി ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. ഇതാണ് ഈ ഭർത്താവിനെ സേവിക്കുന്ന ഈ വ്രതത്തിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് എന്ത് വിളിച്ചെന്നറിയോ? പാതിവൃത്യധർമ്മം എന്ന്. എന്താണ്? ഭർത്താവിന്റെ സുഖം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സംസ്കാരം. ഇവിടെ ഭർത്താവ് എന്ന് പറയുമ്പോഴല്ലോ സാധാരണ ഭർത്താവല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഭഗവത് വിചാരത്തിലാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ അപ്പൊ ഇവർ ഈ കാമജീവിതമൊന്നും നയിച്ചിട്ടില്ല, ലൈംഗികമായിട്ടുള്ള സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഭർത്താവ് കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ പത്നിയെ കാണുമ്പോ പാവം എല്ലും തോലുമായിരിക്കണു എന്ന് മാത്രമല്ല ഒരു കീറിപ്പൊളിഞ്ഞ സാരി ഉടുത്തിട്ടുണ്ട്. അവളുടെ സുഖങ്ങളൊന്നും അവള് നോക്കുന്നില്ല. വളരെ വിഷമം തോന്നി. ആ ദേവിയെ കൈകൂപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറയാണ്, ഭാര്യയെ കൈകൂപ്പാണ് ഭർത്താവ്. തുഷ്ടോഹമദ്യതവമാന വിമാനധായാം ശുശ്രൂഷയാ പരമയാ പരയാച ഭക്ത്യാ യോ ദേഹിനാമയദീവ സുഖൽ സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദത്തേ. എനിക്ക് വേണ്ടി ദേവി ഈ ശരീരത്തെ ക്ഷയിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയ, എന്നെ എത്ര ദേവി ശുശ്രൂഷ ചെയ്തു, എന്നെ സേവനം ചെയ്തു. എന്നിട്ട് ദേവിയുടെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദേവി ഉണ്ടല്ലോ ദേഹത്തെ പോലും മറന്നുകൊണ്ട് എന്നോട് ആദരവ് കാണിച്ചു. അതുകൊണ്ട് ദേവി, ഞാൻ ചെയ്തിരിക്കുന്ന തപസ്സിന്റെ ശക്തി അത് ഞാൻ ദേവിക്ക് കൂടി തരികയാണ്. ദേവിക്ക് എന്താ മോഹം എന്ന് വെച്ചാൽ ദേവി ചോദിച്ചോളൂ. ഹേമേ സ്വധർമ്മനിരസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദാം താനേവതേ മദനസേവനയാ വരുദ്ധൻ ദൃഷ്ടിം പ്രവിശ്യ വിതരാമി അയഭയാന അശോകൻ. ദേവിക്ക് ഞാൻ എന്റെ ഈ തപസ്സിന്റെയൊക്കെ ശക്തി തന്ന് ദേവിയുടെ എല്ലാ ശോകങ്ങളെയും ദുഃഖങ്ങളെയും ഞാൻ മാറ്റിത്തരാം. ചോദിക്കൂ, എന്താ ദേവിക്ക് മോഹം? ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ ദേവി പറയാണ്, ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിൽ നിന്ന് എന്താ പ്രതീക്ഷ ഉണ്ടാവുക? സൽസന്താനങ്ങൾ ഉണ്ടാവണമെന്നല്ലേ? അതുകൊണ്ട് എനിക്ക് സൽസന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതും കർദമൻ വിചാരിച്ചു, ഇനി തപസ്സൊക്കെ നിർത്തിവെക്കാം, നമുക്ക് ആദ്യം ഒന്ന് ഹണിമൂൺ ആഘോഷിക്കാം. അങ്ങനെ ആദ്യമായി ഹണിമൂണിന് പോയ ഒരു ആളായിരുന്നു. ഭാഗവതത്തിലാണ് ഹണിമൂണൊക്കെ തുടങ്ങുന്നത്. അതെങ്ങനെയാ പോകുന്നത്? അതേ സങ്കല്പം കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിയെന്നാണ്. അതും എങ്ങനെയുള്ള വിമാനം? ഉപരി വ്യത്യസ്ത നിലയേഷു, പല തട്ടുകളുള്ള വിമാനം ഇന്ന് ലോകത്തിൽ വന്നിട്ടില്ലല്ലോ. രണ്ടാമത്തെ തട്ടുള്ള വിമാനം വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു തട്ടന്നെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകണ്ട അവര്. ഇത് 2 തട്ടുള്ള വിമാനം, 2 അധികം തട്ട്. അതൊക്കെയാണെങ്കിലോ മുഴുവൻ രത്നങ്ങളെ കൊണ്ട് നിർമ്മിതമായി. അതിന്റെ അകത്തോ ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്. ഞാൻ വിസ്തരിക്കുന്നില്ല, കുറെ അധികം പറയുന്നുണ്ട് ഇതിന്റെ അകത്ത്. വ്യാസഭഗവാൻ 10-20 ശ്ലോകം തന്നെ അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കണം. എന്നിട്ടോ ഈ വീട് വളരെ ഗംഭീരമായ വിമാനമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ദേവിയോട് പറഞ്ഞു, ദേവി, ഇനി ദേവി ഒരു കാര്യം ചെയ്യൂ. ഒരു സരസ് കാണിച്ചു കൊടുത്തു. അതിന്റെ പേര് ബിന്ദു സരസ് എന്നാണ്. അവിടെ പോയിട്ടൊന്ന് മുങ്ങിക്കുളിക്കൂ ദേവിയെന്ന്. അങ്ങനെ ദേവി ഭർത്താവ് പറഞ്ഞ പ്രകാരം ആ ബിന്ദു സരസിൽ പോയി മുങ്ങിക്കുളിച്ചതും
ഒരു അത്ഭുതമുണ്ടായി എന്നാണ്. എന്താ അത്ഭുതം എന്നറിയോ? പണ്ട് അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്തുള്ള സൗന്ദര്യം, ആരോഗ്യം വീട് കിട്ടിയതാണ്. വേദവ്യാസ മഹർഷി ആ സരസ് എവിടെയാന്ന് എഴുതി വച്ചില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ ഭാഗവതം വായിക്കുമ്പോണ്ടല്ലോ ആ സരസ് ഒന്ന് കണ്ടെത്തിയിട്ട് കാര്യം അങ്ങോട്ട് തീരുമാനിക്കും. വേദവ്യാസ മഹർഷിക്ക് അറിയാം ഭാഗവതം ചിലപ്പോൾ മുഴുവൻ എത്തിക്കില്ല അവരെന്ന്. അതുകൊണ്ട് അദ്ദേഹം മനപൂർവ്വം അത് എവിടെയാന്ന് എഴുതി വെച്ചില്ല. ദേവിയുടെ കൂടെ ദേവിയെ സ്വീകരിക്കാനായിട്ട് കുറെ കന്യകമാര് നല്ല വസ്ത്രങ്ങളും കാഞ്ചനകളും ധാരാളം ആഭരണങ്ങളും കണിഞ്ഞുകൊണ്ടുള്ള പെൺകുട്ടികള് ദേവിയും അതീവ സുന്ദരിയായിക്കൊണ്ട് ദേവിയോട് പറഞ്ഞു, കയറോ വിമാനത്തിലേക്ക്. അത് കഴിഞ്ഞ് ഇദ്ദേഹമാണെങ്കിലോ തപസ് ചെയ്ത് എല്ലും ദൂരമാണല്ലോ ഈ മനുഷ്യൻ. അപ്പൊ ദേവി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, ഈ ചെങ്ങാതിയുടെ കൂടെ നീ ജീവിതോ. അപ്പൊ ഇത് അദ്ദേഹത്തിന് മനസ്സിലായി, കർദമന് മനസ്സിലായി. ഉടനെ കർദമൻ എന്ത് ചെയ്തു? തന്റെ തപശക്തി കൊണ്ട് യൗവന രൂപം എടുത്തു എന്ന്. അങ്ങനെ അവര് അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ്? പല പല ലോകങ്ങളിലും പോയി. അങ്ങനെ പോയി അവർക്ക് 9 കുട്ടികളുണ്ടായി. 9 പെൺകുട്ടികൾ. 9 പെൺകുട്ടികളായപ്പോ ഒരു ദിവസം കർദമ പ്രജാപതി പറഞ്ഞു, ദേവി, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ എന്റെ മനസ്സ് മതിയായിരിക്കണം. ഈ കാമമൊന്നും മനസ്സിനെ ഉയർത്തില്ല. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല. എല്ലാ സുഖങ്ങളും ദേവിയും അനുഭവിച്ചില്ലേ? ഞാനും അനുഭവിച്ചു ദേവി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും എന്റെ മനസ്സ് ഉയർന്നിട്ടില്ല, ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഉയർന്ന മനസ്സ് കുറെ താഴ്ന്നു എന്നല്ലാതെ സന്തോഷം എന്ന് പറയുന്നത് വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാത്രമല്ല സുഖം കിട്ടുന്നത്. സുഖം എന്ന് പറയുന്നത് മനസ്സിനെ ഞാൻ സമബുദ്ധിയിൽ നിലനിർത്തുമ്പോഴാണ്. അപ്പൊ സമബുദ്ധിയിൽ മനസ്സ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ടെന്ന ബോധത്തോടു കൂടിയിട്ട് നാമം ജപിച്ചിട്ടും സത്സംഗം ചെയ്തിട്ടും നമ്മുടെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ചും അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മനസ്സ് ക്രമേണ ഉയരും തോറും സുഖം എവിടെ കണ്ടെത്താൻ പറ്റും? നമ്മളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. നമ്മളിൽ കണ്ടെത്താൻ സാധിക്കും തോറും മറ്റുള്ളവരോടുള്ള ആശ്രയത്വം കുറഞ്ഞു വരും. നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം, സന്തോഷം പ്രകടിപ്പിക്കാം, ഒക്കെ പ്രകടിപ്പിക്കാം. പക്ഷെ നമ്മൾ ഒന്നിന്റെയും അടിമകളായിത്തീരില്ല. സന്തോഷത്തിന് നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടായിക്കോട്ടെ, അവരെ ആലിംഗനം ചെയ്തോളൂ, അവരെ ഉമ്മ വെച്ചോളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ ഒരാളുടെയും അടിമയായിത്തീരില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ തൽക്കാലത്തേക്ക് ഒരു വ്യവഹാരത്തിന് ഇതൊക്കെ വേണം. സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ സുഖം എന്ന് പറയുന്നത് ഇവരിലല്ല ഉള്ളത്. സുഖം എന്ന് പറയുന്നത് ഇവരുണ്ടെങ്കിലും സുഖം, ഇവരില്ലെങ്കിലും എനിക്ക് സുഖം. എന്റെ മനസ്സിന് സുഖം തരുന്നത് ഇവരല്ല. എന്റെ മനസ്സിന് സുഖം തരുന്നത് എന്റെ മനസ്സിനെ നിലനിർത്തുന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ്. അവർക്കും എനിക്ക് സുഖം തരാൻ സാധിക്കുന്നത്, എന്നോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിലും ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ച് ആരിലേക്ക് കൊണ്ടുവരുന്ന വേണം? ഭഗവാനിലേക്ക്. അപ്പൊ നമ്മൾ വ്യക്തിയെ വിട്ടിട്ട് വ്യക്തിത്വത്തിലേക്ക് വരും. നമ്മള് വ്യക്തിയെ വിട്ട് വ്യക്തിത്വത്തിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും യജ്ഞഭാവനയിൽ ജീവിക്കുന്നത്. ഇപ്പൊ ഈ വരാഹാവതാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന യജ്ഞഭാവനയാണ്. അതിന് നമ്മൾ വരിക്കേണ്ടത് ആരെയാണ്? അഹം വരാൻ. അഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഭഗവാനെ വരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ് കൈവരിക്കേണ്ടതെന്ന ബോധം നമ്മളിൽ നല്ലവണ്ണം ഉറയ്ക്കണം. അതിന് നമുക്ക് സത്സംഗം വേണം, മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നാമസങ്കീർത്തനം വേണം, മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ നിന്ന് മനസ്സിനെ വിച്ഛേദിക്കാൻ കുറെയൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി, നമ്മുടെ സ്വന്തം ആളുകൾ മാത്രമായിട്ടല്ല മറ്റുള്ളവരോടും സേവനഭാവം നമ്മൾ കാണിക്കണം. ഇന്നിപ്പോ ആളുകൾ കഷ്ടപ്പെടുന്നതും ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് ചെറിയൊരു റേഞ്ചിലാ നിൽക്കുന്നത്. അമ്പലത്തിൽ പോയാലും പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ എന്റെ കെട്ടിയോളൂ ഓളെ കുട്ടിയോളും നേരെയാവണേന്നാണ്. ഞാനും എന്റെ കെട്ടിയോളും നേരെയാവണം, ഓളെ കുട്ടിയോളൂ എന്ന് വെച്ചാൽ എന്റെ കുട്ടിയോള് തന്നെ, അവരൊക്കെ നേരെയാൽ മതി. ഈ റേഞ്ചിലേ ഉള്ളൂ അവരുടെ ജീവിതം. അതിലപ്പുറം അങ്ങനെ നമ്മൾ നമ്മുടേതെന്ന് പറയുന്ന ഒരു ലോകം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ആ ലോകത്തിന്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് നമുക്കിപ്പോ അത് തന്നെയായിരിക്കുന്നു ലോകം. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ഇടപെടലുകളൊക്കെ ഇല്ലാത്തത് കൊണ്ട്, സമൂഹത്തിൽ നമ്മൾ വിട്ടുവിട്ട് വരുന്നത് കൊണ്ട്, അതുകൊണ്ട് എന്തായി നമുക്ക് ഈ ലോകം, നമ്മളുടെ ലോകം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ താഴേക്ക് പോണു. എന്നാൽ നമുക്ക് അവരുമുണ്ട്, നമുക്ക് മറ്റുള്ളവരുമുണ്ട്. എല്ലാവരിലേക്കും നമ്മുടെ മനസ്സങ്ങോട്ട് വ്യാപരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ടുണ്ടാവില്ല. ഇതൊക്കെ മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിനെ ഉയർത്തണമെങ്കിൽ 3 യജ്ഞങ്ങൾ പറഞ്ഞു ഞാൻ. ഏതൊക്കെ? കർമ്മയജ്ഞം വേണം, ജപയജ്ഞം വേണം, ജ്ഞാനയജ്ഞം വേണം. ഈ 3 നമുക്ക് ഒരുമിച്ച് സമന്വയിപ്പിക്കാൻ പറ്റിയാലുണ്ടല്ലോ നിങ്ങളെ ഒന്നും തളർത്താൻ ഒരാൾക്കും സാധിക്കില്ല. കുറെയൊക്കെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ലോകം മുഴുവൻ നന്നാക്കണ്ട, ഒരു സ്ട്രീറ്റിൽ അറ്റ്ലീസ്റ്റ് ആ പ്രദേശത്തുള്ള ആളുകളോട് കുശലങ്ങൾ പറയാൻ നമുക്ക് വിഷമമുണ്ടോ? ഉണ്ടോ? പരസ്പരം പരിചയപ്പെടാൻ പ്രയാസമുണ്ടോ?
ഇന്ന് നോക്കൂ, നമ്മൾ എത്രത്തോളം മാറി. തൊട്ട് അടുത്ത് താമസിക്കുന്നത് ആരാന്നറിയില്ല. ആരാണ് ഗുരുദേവൻ പറഞ്ഞതുപോലെ, അടുത്ത് നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തവന് ഈശ്വരൻ ദൂരത്തിലായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയാണ്. ഇന്ന് നമ്മുടെ എത്ര മാറിക്കഴിഞ്ഞ ലോകം നോക്കൂ. സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകൾക്ക് വീതി കൂടി, പക്ഷെ മനുഷ്യന്റെ വീതി കുറഞ്ഞു വരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് പോകണം. റോഡിലൊക്കെ നോക്കൂ നിങ്ങൾ. അതുപോലെ നമ്മളെ വീടിന്റെ വലിപ്പം കൂടി, താമസിക്കാൻ ആൾക്കാരില്ല. ശരിയല്ലേ? നമുക്ക് സൗകര്യങ്ങളൊക്കെ ഒരുപാട് കൂടി, ടി വിന്റെ ചാനലുകൾ 150 200 ഉണ്ട്, പക്ഷെ സമയമില്ല. നോക്കൂ, കാണാനുള്ള സമയമില്ല. എല്ലാം ഉണ്ട് വീട്ടിൽ, പക്ഷെ സമയമില്ല. ആസ്വദിക്കാനുള്ള സമയമില്ല. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വർത്തമാനം പറയാൻ സമയമില്ല. ഇല്ലാത്ത ഹോസ്പിറ്റലും ആരോഗ്യത്തിന് വേണ്ട സൗകര്യങ്ങളും ഇനിയൊന്നും കണ്ടുപിടിക്കാനില്ല. അത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്സുകൾ എടുത്ത് കാണിച്ചു തരാൻ പറ്റും. പക്ഷെ എന്നാലും ആരോഗ്യം ദിനം പ്രതി, പണ്ടൊന്നും മുട്ടുവേദന എന്ന് പറയുന്നത് അറിയില്ലായിരുന്നു. ഇപ്പൊ ഇരുന്ന വേദന, ഇരുന്നില്ലെങ്കിലും വേദന. പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഏത് ചെറിയ കുട്ടിയും പറയുന്നത് അവിടെ വേദനിക്കണം, ഇവിടെ വേദനിക്കണമെന്നാണ്. ഒരാൾ ഡോക്ടറെ എടുത്ത് നിന്നിട്ട് പറയണം, ഡോക്ടറെ എവിടെ തൊട്ടാലും ഇപ്പൊ വേദനയിരിക്കണോ? ഡോക്ടർ ചോദിച്ചാൽ എവിടേക്കാ വേദന? കൈക്കുണ്ടോന്ന് അയാൾ അമർത്തിയിട്ട് പറഞ്ഞ ഭയങ്കര വേദന, അവിടെ വേദന, ഇവിടെ വേദന, അമർത്തി 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 എല്ലായിടത്തും വേദന. ഡോക്ടർ ചോദിച്ചാൽ എത്ര ദിവസമായിരുന്നു? 10 ദിവസമായിരുന്നു. അവസാനം സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ഒരു വഴിയില്ല കണ്ടുപിടിക്കാൻ. അയാൾക്ക് എവിടെ തൊട്ടാലും വേദന. അവസാനം ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ഇയാളുടെ ചൂണ്ട് വിരൽ മുറിഞ്ഞിരിക്കുക. എന്തോ ബ്ലേഡ് കൊണ്ടിട്ട് മുറിഞ്ഞതാ. ഈ മുറിഞ്ഞ വിരൽ വെച്ചിട്ടാണ് ഇങ്ങൊരു ഭയങ്കര വേദന. അവിടെ വേദന, ഇവിടെ വേദന, എല്ലായിടത്തും വേദനയാണ്. ഇത് എത്ര വേഗത്തിലെ വേദന പടരണം നോക്കൂ. എവിടെ തൊട്ടാലും വേദന. അപ്പൊ അതുകൊണ്ട് ആരോഗ്യം കൂടുതലല്ല ചെയ്തിരിക്കുന്നത്, ആരോഗ്യം കുറഞ്ഞിരിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും, എത്ര രാഷ്ട്രീയക്കാർ പറഞ്ഞാലും, സയന്റിസ്റ്റുകൾ പറഞ്ഞാലും, വ്യക്തി ജീവിതം നോക്കുകയാണെങ്കിൽ വ്യക്തികളുടെ ജീവിതം എന്നെ സംബന്ധിച്ച് ചുരുങ്ങി വരികയാണ്. ആണോ അല്ലയോ? ആണോ? ചിന്തിക്കൂ നിങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കേണ്ടത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ കംഫർട്ടല്ല, നമ്മുടെ മനസ്സാണ്. മനസ്സിനെ വികസിപ്പിക്കാൻ യജ്ഞത്തിലൂടെയല്ലാതെ വഴിയില്ല. അതിനാണ് ജ്ഞാനയജ്ഞം, അതിനാണ് ജപയജ്ഞം, അതിനാണ് കർമ്മയജ്ഞം. വേണ്ടതല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കുറെയൊക്കെ മാറ്റിയെടുക്കൂ. ഇതിനെയാണ് വരാഹാവതാര ലീല എന്ന് പറയുന്നത്. ഭഗവാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് പന്നിയുടെ രൂപമാണ്. അതന്നെ വെക്കുക നമ്മൾ. പന്നി എന്ന് പറയുന്നത് പൊതുവെ ജീവികളിൽ വെച്ചൊരു നികൃഷ്ട ജീവിയാണ്, വിലയില്ലാത്ത ജീവിയാണ്, അല്ലെ? പക്ഷെ വിലയില്ലാത്ത ജീവിയാണെങ്കിലും അതിന്റെ പ്രവർത്തനമുണ്ടല്ലോ, വളരെ വിലയുള്ള പ്രവർത്തനമാണ്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ടോയ്ലറ്റുകളും സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എവിടെയും എല്ലായിടത്തൊന്നും സൗകര്യങ്ങളില്ല. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളൊരു ജോലിയാണ് ആരുടേത്? അതുകൊണ്ട് എന്നതിനെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ഇക്കോ സോഷ്യൽ ആനിമൽ എന്നാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ജീവിയാണത്രേ പന്നി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ലീല, ഈ പ്രകൃതിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു അവതാരമാണ് ഭഗവാന്റെ വരാഹാവതാരം. അത്തരം ഒരു നിസ്സാരമായ ജീവിയുടെ രൂപമെടുത്തുകൊണ്ട് ഭഗവാൻ ഉത്കൃഷ്ടമായൊരു അവതാര ലീലയാടുമ്പോ നമ്മളെ പഠിപ്പിക്കുന്നത്, ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യാൻ കുറെയൊക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടതുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നത്, ഉത്കൃഷ്ടമായൊരു കാര്യം ചെയ്യാൻ ഒരു നികൃഷ്ട ജീവിയുടെ രൂപമെടുക്കാൻ ഭഗവാന് സാധിച്ചുവെങ്കിൽ ഉത്കൃഷ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചില അഭിമാനങ്ങളൊക്കെ വെടിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടതുണ്ട്. പലരും അഭിമാനം വെച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങാതെ വരുമ്പോണ്ടല്ലോ അവർക്ക് ഉത്കൃഷ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ലാതെ വരും. നമ്മുടെ ഭാരതത്തിനെ പറ്റിയ വലിയൊരു പ്രശ്നമാണത്. എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്, ആര് ചെയ്യണം എന്ന്. നമ്മൾ അതൊക്കെ വിടണം, അഭിമാനത്തെ അങ്ങോട്ട് വിടണം. നമ്മൾ താഴോട്ട് ഇറങ്ങുക തന്നെ വേണം. അപ്പൊ നമുക്ക് അഭിമാനമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോ അപ്പൊ ഭഗവാൻ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന പണിയാണ് നിങ്ങളും ചെയ്യുന്നത് എന്ന്. ഭഗവാൻ താഴോട്ട് ഇറങ്ങി വന്നതുപോലെ നമ്മളും പലതും പഠിക്കേണ്ടത് നമ്മുടെ അവതാരമൂർത്തികളിൽ നിന്നൊക്കെ. ശ്രീരാമസ്വാമിയിൽ നിന്ന് പഠിക്കണം ഈ കാര്യം. ഒരു യുദ്ധത്തിന് വേണ്ടി ശ്രീരാമസ്വാമി കൊരങ്ങന്മാരുടെ തലങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു, അങ്ങോട്ട് അല്ലേ? സാധാരണ ഒരാൾക്കും കൊരങ്ങന്മാരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? എന്നാ പിന്നെ ഗെയിമായി. അവർക്ക് ഒരു പക്ഷെ കൊരങ്ങനെ പോലെ ആവാൻ പറ്റും. അത് കൊരങ്ങന്മാരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ചിന്താഗതികളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടൊരു വലിയ യുദ്ധത്തിന് അവരെ സന്നദ്ധമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവതാരമൂർത്തികളൊക്കെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ താഴോട്ട് ഇറങ്ങി വന്നവരാണ്. അപ്പൊ നമ്മൾ ആ അഭിമാനങ്ങളൊക്കെ വിട്ട് അറിവിന്റെയും കഴിവിന്റെയും പണത്തിന്റെയും ജാതിയുടെയും അങ്ങനെയൊക്കെയുള്ള പല അഭിമാനങ്ങളും വിട്ട് താഴോട്ട് ഇറങ്ങി വരണം.
ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഗാന്ധിജി എഴുതി വെക്കും, എന്നെ മഹാത്മാവാക്കി മാറ്റിയത് എന്റെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനമാണ്. ഞാൻ താഴോട്ടിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേവലം ഗാന്ധിജിയായ ഞാൻ ആരായി തീർന്നത്? മഹാത്മാഗാന്ധിയായി തീർന്നത്. ഒരു വ്യക്തി മഹാത്മാവായി തീരുന്നത് ആ വ്യക്തി താഴോട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മളിലൊക്കെ ഉണ്ടൊരു മഹാത്മാവ്, നമ്മളിലൊക്കെ ഉണ്ടൊരു മഹാത്മ്യം. പക്ഷെ നമ്മളത് ആ പ്രവർത്തനമില്ലാതെ നമ്മളങ്ങനെ കെട്ടിവെച്ച് പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് ഉയരുന്നതിന് പകരം നമ്മൾ നിന്നിടത്ത് തന്നെ നിന്നു പോവുകയാണ്. വരൾച്ച വരണ്ടു പോവുകയാണ്. നമ്മുടെ എന്താണ് വളരേണ്ട അവിടെ മുരടിച്ചു പോവുകയാണ്. വരൾച്ച പിടിച്ചൊരു സ്ഥലം പോലെ പോവുകയാണ്. അത് മാറ്റിയെടുക്കണം. അതിനാണ് നമുക്ക് ഭഗവാൻ വരാഹാവതാരം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വരാഹം എന്നുള്ളത് കൊണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത്, വലിയ കാര്യങ്ങളെ നേടിയെടുക്കാൻ ഒരു താഴ്ന്ന ജീവിതത്തിലേക്ക് പോലും, താഴ്ന്ന ജീവിതം എന്നാൽ മോശപ്പെട്ട ജീവിതം എന്നല്ല, എല്ലാ അഭിമാനങ്ങളും വിട്ട് താഴോട്ടിറങ്ങി വരാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയുള്ളവർക്ക് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ടായിരിക്കാം ഭഗവാനെ വിളിക്കുന്ന പേര് ഭൂമൻ എന്നൊരു പേരുണ്ട്. ഭട്ടതിരിപ്പാട് ഇടയ്ക്കിടയ്ക്ക് നാരായണീയത്തിൽ പറയുന്ന ഒരു വാക്കാണ് ഭൂമൻ എന്നുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. ഭൂമൻ കായേന വാച മുഹുരപി മനസാ ത്വൽഫല പ്രേരിതാത്മാ യദ്യൽ കുറുവൻ സമസ്തം. ഭൂമൻ എന്നുള്ളൊരു ശബ്ദം അവിടെ കാണാം. വീണ്ടും നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജ ത്വൽകലാ സേവഭൂമൻ. ഭൂമൻ എന്നുള്ള ശബ്ദങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം. ഭൂമി ആകുന്ന മനസ്സിനെ ഉയർത്തുന്നവനാണ് ഭഗവാൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിൽ തന്നെ നടക്കേണ്ടുന്ന ഒരു കഥയാണ് ഈ ഹിരണ്യാക്ഷവധവും. അതുപോലെ മനസ്സാകുന്ന ഭൂമിയെ ഉയർത്തണം. ഇപ്രകാരം ഈ കഥ പറഞ്ഞു ഉപസംഹരിപ്പിച്ചു. അതിനുശേഷം പിന്നീട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഇവിടെ ഭൂമി വന്നു. ഇനി സൃഷ്ടി വ്യാപാരങ്ങളൊക്കെ വീണ്ടും ബ്രഹ്മാവ് തുടങ്ങി. പല സൃഷ്ടികളും ചെയ്ത് പിന്നെ ബ്രഹ്മാവ് നേരത്തെ സ്വയംഭൂമിന് അവന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് 5 കുട്ടികളുണ്ടായി. ഇനി അവരുടെ കഥകളൊക്കെയാണോ നമുക്ക് വിസ്തരിച്ച് പറയാനുള്ളത്. 5 കുട്ടികൾ, 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് 4-ാമത്തെയും 5-ാമത്തെയും കഥയിലേക്കൊക്കെ വരുമ്പം എളുപ്പം മനസ്സിലാവും. അതില് അദ്ദേഹത്തിന് 5 മക്കളുടെ പേര്, ആൺകുട്ടികളുടെ പേര് ഉത്താനപാദൻ, പ്രിയവ്രതൻ, ഇങ്ങനെ 2 പേര്. പെൺകുട്ടികളുടെ പേര് ആകൂതി, പ്രസൂതി, ദേവഹൂതി. ഒക്കെ ഹൂതികളാണ്, വേഗം മനസ്സിലാവും. ആകൂതി, പ്രസൂതി, ദേവഹൂതി. ഇതെന്ത് കൊതിയാണോ അറിയില്ല. അന്നൊക്കെ അങ്ങനെ ഇരിക്കാൻ പേരിട്ടിരിക്കുന്നത്. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നവളൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ. ഏതായാലും അങ്ങനെയൊക്കെ ഒരു പേരുകളൊക്കെ ഇട്ട് അദ്ദേഹം കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പം ദേവഹൂതി കന്യകയായി. ആർക്കാ കൊടുക്കേണ്ടത്? ഇന്നാണെങ്കിൽ മോളോട് ആദ്യം ചോദിക്കണം നിന്നെ ആർക്കാ കൊടുക്കേണ്ടത് എന്ന്. കാലം അങ്ങനെയാണല്ലോ ഇന്ന്. കാരണം നെറ്റും ഇന്റർനെറ്റും ഒക്കെ ആയിട്ട് അവരോരോരുത്തരെ കണ്ടെത്തിയിട്ടുണ്ടാവും. പണ്ട് കാലത്ത് കാരണവന്മാരോടാണ് ചോദിക്കുക. അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിനോട് ചോദിച്ചു, അച്ഛാ മോൾക്ക് പ്രായമൊക്കെ, അച്ഛനൊരു ബോധമില്ലേ? നല്ലോണുണ്ട്. ആർക്കാ കൊടുക്കേണ്ടത്? അച്ഛൻ ആർക്കാ ഈ മകന്റെ മകളെ കൊടുക്കണറിയോ? അച്ഛന്റെ വേറൊരു മകനാ. യോജിക്കുവോ? ഇത്തിരി ഒരു പെശക് തോന്നില്ലേ? കുറച്ചൊരു പെശക് തോന്നി. കഥയില് കൊടുക്കുന്നത് കർദമ പ്രജാപതിക്കാണ്. അദ്ദേഹത്തിന്റെ പേര് കർദമ പ്രജാപതി. പറഞ്ഞു, നീ കർദമന് കൊടുക്കണം. ഇപ്പോ അദ്ദേഹം സരസ്വതി നദീ തടത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? അദ്ദേഹത്തിലൂടെ ഭഗവാൻ പ്രകടമാവും, കപിലൻ എന്ന പേരിൽ പ്രകടമാവും. അതുകൊണ്ട് നീ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അതിനുശേഷം കർദമനാണെങ്കിലോ സരസ്വതി നദീ തടത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തപസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഭഗവാൻ ശംഖചക്ര കഥാരൂപത്തിൽ പ്രകടമായെന്ന് 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശോചേതൽ ഫലക്രീഡനകം മനസ്പർശിത സ്മിതേക്ഷണം. ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ കണ്ടതും അദ്ദേഹം അവിടെ വെച്ചിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണ്ടും നമസ്കരിച്ചു. ഭഗവാനെ ഏകസ്വയം സഞ്ജഗത് ശ്രേക്ഷയാ ദ്വിതീയാത്മന്നതിയോഗമായയാം സൃജസ്യതപ്പാസി പുനർഗസിഷ്യസേ യഥോർണനാഭിർ ഭഗവൻ സശക്തിഭി. ഭഗവാനെ അങ്ങയുടെ ഉള്ളിൽ നിന്ന് പ്രകടമായ വിഷയം അങ്ങ് തന്നെ നിലനിർത്തുന്നു, അങ്ങ് തന്നെ അങ്ങയിലേക്ക് എടുക്കുന്നു. ഏതുപോലെ? ഊർണനാഭി. നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ ഒരിക്കൽ പറയേണ്ടായത്. ഏതുപോലെ?
എട്ടുകാലിയെ പോലെ തന്റെ ഉള്ളിൽ നിന്നും വരുന്നൊരു വല തന്നിലേക്ക് തന്നെ വലിച്ചെടുത്ത് തന്നിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എട്ടുകാലിയെ പോലെ അവിടുന്ന് ഈ ലീലകളൊക്കെ ആടുന്നു. ഭഗവാനെ, ഞാൻ വളരെ സന്തോഷനായി. എന്താണ് അവിടുത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാലൊന്നും. ഉടനെ ഭഗവാൻ പറഞ്ഞു, നോക്കൂ, പ്രജാപതി സുസംനാണം മനുർവിഖ്യാതമംഗള ബ്രഹ്മാവർത്തം ജ്യോതിവസൻ ശാസ്തി സപ്താർണവം മഹിം സചേഹ വിപ്രരാജശ്രീ മഹിഷ്യാസതരൂപയ ആയാസ്യതീദുക്ഷത്വം പരസ്യോ ധർമ്മഗോവിതാം. എനിക്കറിയാലോ, ഇവിടെ സ്വയംഭൂമനു അദ്ദേഹം 7 ദ്വീപുകളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ദ്വീപുകളെ. 7 ദ്വീപ് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്തായി? 7 ദ്വീപുകളെ മുഴുവൻ ഭരിക്കുക എന്ന് പറഞ്ഞാല് ഈ ഭൂമി മുഴുവൻ ഭരിച്ച ചക്രവർത്തിയായിരുന്നു. നമുക്ക് ഇന്ത്യ എന്നൊന്നും അല്ല അന്നുള്ളത്. 7 ദ്വീപുകളെ ഭരിച്ചു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭാരതത്തിലല്ല ഇത് ഉണ്ടായിരിക്കുന്നത്. ഈ കഥകളൊക്കെ ഇത് ഉണ്ടായത് മൊത്തം ഭൂമിയുടെ കഥകളാണ്. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമുക്ക് പലപ്പോഴും അവരുടെ പല കാര്യങ്ങളും കാണുമ്പോണ്ടല്ലോ ഭാരതീയ സംസ്കാരത്തിന്റെ അവരുടെയൊക്കെ സ്വാധീനം വളരെയധികം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ തായ്ലൻഡിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അവര് എയർപോർട്ട് പണിതപ്പം, അടുത്ത കാലത്ത് പണിത എയർപോർട്ട്, അതിന്റെ എയർപോർട്ടിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ പാലാഴി മഥനം സ്റ്റാച്യു ആണ് വളരെ ആദരവോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാലാഴി മഥനത്തിന്റെ എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അസുരന്മാര് വാല് പിടിക്കുന്നതും ദേവന്മാര് തല പിടിക്കുന്നതും. നമുക്ക് വല്ല വിലയുണ്ടോ അതിന്? നമ്മുടെ ഭാരതത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഭാരതത്തിന് പറ്റിയ വിഷമം എന്താന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലാക്കി ഇതിനെ വേണ്ട വിധത്തിൽ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാൻ ആളുണ്ടായില്ല. മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് അവരുടെ ഗ്രന്ഥം പ്രചരിപ്പിക്കാൻ ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഭാരതത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊക്കെ പറ്റിയൊരു വീഴ്ച അതാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കൂ, ഇത് മനസ്സിലാക്കൂ. ഇതൊക്കെയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം. ഈ ഭൂമി തന്നെ ഭരിച്ച ചക്രവർത്തിമാരുണ്ടായിരുന്നു എവിടെ? ഭാരതത്തിൽ. ഇനി നിങ്ങൾ പഞ്ചമസ്കന്ധമൊക്കെ വരുമ്പോൾ അത്ഭുതപ്പെടും. അവിടെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഭൂഗോളവർണ്ണന എന്നാണ്. എന്താണ്? ഗോളവർണ്ണന. അപ്പൊ അതിന്റെ ആകൃതി ഗോളാകൃതിയാണെന്നുള്ളത് ഒരു ടെലസ്കോപ്പും ഇല്ലാതെ കണ്ടെത്തിയ ഒരു പൂർവികന്മാരുടെ സംസ്കാരം. ഇങ്ങനെ അത്ഭുതങ്ങൾ പലതുമുണ്ട്. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം. ഏതായാലും അങ്ങയുടെ മുന്നിൽ ആ സ്വയംഭൂ മനു അദ്ദേഹത്തിന്റെ പുത്രിയുമായിട്ട് വരും, അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ഒരു ദിവസം മനുസ്യന്തനമാസ്തായ ശാതകോംബരിച്ചതം ആരോപ്യ സംദുഹിതരം സവാര്യപ്പടനന്മഹിം തസ്മിൻ സുതന്നഹവനി ഭഗവാന്യൽ സമാധിശൽ ഉപായാദാശ്രമപദം മുനേ ശാന്തസ്പദസൽസൽ. ഒരിക്കൽ സ്വയംഭൂ മനു ഭാര്യയോടും മകളോടുമൊത്ത് തന്റെ തേരുമെടുത്തുകൊണ്ട് അവിടെ സരസ്വതി നദി തടത്തിലെത്തിച്ചേർന്നു. വളരെ ആദരവോടെ സ്വയംഭൂ മനുവിനെ സ്വീകരിച്ചിരുത്തി കർദമ പ്രജാപതി. എന്നിട്ട് കുശലങ്ങളൊക്കെ പറഞ്ഞു. എന്താ രാജൻ, അങ്ങയുടെ രാജ്യത്തിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, പ്രിയവ്രതോത്ഥാനപദോ സ്വസേയം ദുഹിതാ മമ അന്യച്ചതിപതിം യുക്തം വയശീല ഗുണാധിപി. പ്രിയവ്രതന്റെയും ഉത്താനപദന്റെയും സഹോദരിമാരായി എന്റെ പുത്രിയായിട്ട് ഈ ദേവഹൂതി ഒരു പതിയെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയിൽ അവൾ യുക്തനായിട്ടുള്ള ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇവൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതീവ സൗന്ദര്യമുള്ളവളാണ് ഇവള്. ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒരു ഗന്ധർവൻ ആകാശത്ത് നിന്ന് വീണു അത്രേ. അതെങ്ങനെ വീണു പറയാണ്? വിമാനത്തിൽ നിന്ന് വീണു എന്നാണ്. യാം ഹർമ്യപൃഷ്ടേ കൊണതംഗ്രിശോഭം വിക്രീഡതി കന്തുക വിഹലാക്ഷിം വിശ്വാവസൊന്നപദാൽ സ്വാൽവിമാനൽ വിലോക്യ സമ്മോഹന വിമൂഢചേത. ഈ കുട്ടി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ട് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു നോട്ടം അങ്ങോട്ട് നോക്കിയപ്പോ ഒരു ഗന്ധർവൻ അതിലെ പോയി. അത്ര വിശ്വാവസു എന്ന് പറഞ്ഞ ഗന്ധർവൻ. അവൻ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടതും ടക്കൊരട്ട വീഴ്ച. അത്രയും സൗന്ദര്യമുണ്ട്. ആർക്ക്? ഇത് ബ്രോക്കർ പറയല്ലേ. ഇന്ന് കല്യാണ ബ്രോക്കർമാർ അതും അതിലൊക്കെ അപ്പുറമൊക്കെ പറയും അവളുടെ സൗന്ദര്യം എങ്ങനെയാണ്, അവളുടെ സൗന്ദര്യം എങ്ങനെയാണെന്നൊക്കെ. ഇത് സാക്ഷാൽ അച്ഛൻ മകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇവിടെ ബ്രോക്കർമാരുടെ ഇടപെടുന്നില്ല. ഇതിൽ ഇടപെട്ടത് മുഴുവൻ ഭഗവാനാണ്. ബ്രോക്കറായിട്ട് സ്വയംഭൂമനുവിന്റെ അടുത്ത് അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവ് വന്നു. ഭഗവാൻ കർദമ പ്രജാപതിയുടെ അടുത്ത് ബ്രോക്കറായി വന്നത് ഭഗവാൻ തന്നെയാണ്. നോക്കൂ, ഇങ്ങനെ ആളുടെ മകൾ വരും, എനിക്ക് അങ്ങയുടെ പുത്രനായിട്ട് വരണം എന്നൊക്കെ. അങ്ങയുടെ എന്റെ പുത്രി ഞാൻ സ്വീകരിക്കാം. ഒരു കണ്ടീഷനുണ്ട്. ഇന്നൊക്കെയാണെങ്കിൽ ഇത്ര ആഭരണം വേണം, നെറ്റിപ്പട്ടം കെട്ടണം, അത് കെട്ടണം എന്നൊക്കെയല്ലേ പറയാം. എന്നാൽ ഇവിടെ എന്താ കണ്ടീഷൻ? അതോപരിഷ്യേ സമയേന സാധ്യം യാവൽ തേജോ ബിഭ്രിയാലാത്മനോമേ അതോ ധർമാൻ പാരമഹംസ്യമുഖ്യൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ വിഹിംസ്രൻ. ഞാൻ അങ്ങയുടെ മകളെ സ്വീകരിക്കാം, ഈ സ്വാധ്യം ഞാൻ സ്വീകരിക്കാം. യാവൽ തേജോ വിഭ്രയാൽ ആത്മനോമേ, ഇവളിൽ എനിക്കൊരു പുത്രനുണ്ടായാൽ, ഒരു ഉണ്ണിയുണ്ടായാൽ, എന്റെ തേജസ് ഇവളിൽ പുത്രരൂപത്തിൽ വന്നാൽ ഞാൻ പാരമഹംസ്യമുഖ്യാൻ ധർമാൻ. ഏത് ധർമ്മത്തെ എടുക്കും?
പരമഹംസന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ടുപോകും. അപ്പൊ ഞാനും നിങ്ങളുടെ മകളും തമ്മിലുള്ള ബന്ധം എത്ര വരെ? ആരെങ്കിലും കൊടുക്കുവോ പെണ്ണിനെ? എന്നാൽ മകളുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി മകൾ പറഞ്ഞു, അച്ഛാ, ഭഗവാന്മാരുടെയൊക്കെ വാക്ക് ശരിയാണെങ്കിൽ എന്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും സാക്ഷാൽ ഭഗവാനല്ലേ, പിന്നെ എന്തിനാ അച്ഛൻ സംശയിക്കുന്നത്? എനിക്ക് ആരും ഇല്ലാതൊന്നും ആവില്ല, പുത്രനായിട്ട് ഭഗവാൻ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചേക്കും. സോനുജ്ഞാത്വാ വ്യവസ്ഥിതം മഹിഷ്യാദുഹിസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദത്യോ തുല്യം പ്രഹർഷിതാം പ്രത്വാം ദുഹിതരം സംരൾ സദൃക്ഷായ ഗതവ്യത ബാഹുഭ്യാം ആൽക്കണ്ഡ്യോൽമതിദാശയാം. അങ്ങനെ മകളുടെയും അമ്മയുടെയും സമ്മതപ്രകാരം ആ അച്ഛൻ മകളുടെ കൈ പിടിച്ചുകൊണ്ട് ആ കർദമ പ്രജാപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഒരു കല്യാണം നടന്നത്. അച്ഛൻ മകളെ കൊടുത്തിരിക്കുന്ന പ്രത്വാം ദുഹിതരം, അങ്ങനെ മകളെ കൊടുക്കുന്ന ആ ചടങ്ങിനെയാണ് എന്ന് പറയുന്നത് കന്യകാദാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണേ. ഭാരതീയ വിവാഹ സങ്കല്പം എന്ന് പറയുന്നത് അച്ഛൻ മകളെ കല്യാണം കഴിക്കുന്ന വരന് കൊടുക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേര് കന്യാദാനം, കന്യകയെ കൊടുക്കുന്നത്. എന്താ ഈ കന്യകയെ കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള സംസ്കാരാദികൾ എന്തൊക്കെയാണ്? എന്റെ മകളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇനി അവൾ അങ്ങയുടെ സുഖകാര്യങ്ങൾ നോക്കേണ്ടവളാണ്. അതുപോലെ തന്നെ അവളുടെ ജോലി അങ്ങയുടെ സുഖകാര്യങ്ങൾ നോക്കലും അങ്ങയിൽ നിന്ന് ഉത്കൃഷ്ട സന്താനത്തെ ഈ കുട്ടി ധരിക്കണം. അപ്പൊ ഭർത്താവിനെ നെഴലുപോലെ പിന്തുടരുകയും അതേപോലെ തന്നെ ഭർത്താവിൽ നിന്ന് ഉത്കൃഷ്ട സന്താനങ്ങളെ സ്വീകരിക്കേണ്ടവളുമാണ് എന്റെ പുത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുത്രിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ അതുകൊണ്ട് പുത്രി കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ പുത്രിയുടെ ജീവിതത്തിൽ പിന്നെ അച്ഛനമ്മമാര് അധികമൊന്നും ഇടപെടുകില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇടപെടുകില്ല. പിന്നെ അവരുടെ ജീവിതം സ്വാതന്ത്ര്യം കൊടുത്തേക്കണം. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള കാലഘട്ടം വന്നപ്പോണ്ടല്ലോ നാം അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും വീടുകളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത്. ഭാരതീയ സംസ്കാരം പറയുന്നത് വിവാഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നമ്മൾ അധികം ഇടപെടാൻ പാടില്ല, അവരെ സ്വതന്ത്രരാക്കി വിട്ടേക്കണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാവും. ഇതാണ് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം, ഇനിയും നമുക്ക് കുറെ സന്ദർഭങ്ങൾ വരും. അതുകൊണ്ട് ഇപ്രകാരം കൊടുത്തുകൊണ്ട് അശക്തവൻ തൽ വിരഹം, തീർച്ചയാണ് ആ കുട്ടിയുടെ വിരഹം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. മുഞ്ചൻ ബാഷ്പകലം മുഹു ആസഞ്ചതംബ വത്സേതി നേത്രോദേ ദുഹിതശ്രികാം, കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വന്നു. ആ പുത്രിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയും ശിരസിൽ തലോടിക്കൊണ്ട് അംബേ വത്സാം, കുട്ടി ഇനി കുട്ടി സുഖമായിട്ടിരിക്കൂ എന്നെല്ലാം ആശീർവദിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കർദമ പ്രജാപതി തന്റെ പത്നിയോടൊത്തുള്ള ജീവിതം 23-ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കണം. എങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി ഭർത്താവിനെ ശുശ്രൂഷിച്ചത് എന്നാണ്. പിതൃഭ്യാം പ്രസ്ഥിതേ സ്വാദീപതിമിംഗിത ഗോവിതാം നിത്യം പരിപ്രീത്യാ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ധമേന ചാം ശുശ്രൂഷയാ സൗഹൃദേന വാചാമധുരയാ ചഭോ വിസൃജ്യകാമം ദമ്പം ചാദേശം ലോഭമകം മധം അപ്രമത്യോദ്യതാ നിത്യം തേജീയാൻ സമദോഷയൽ. വളരെ മനോഹരമായൊരു ജീവിതം ഇവിടെ വർണ്ണിക്കുകയാണ്. ഇതൊക്കെ ഇന്നത്തെ പെൺകുട്ടികളും പഠിക്കേണ്ടതാണ്, ആൺകുട്ടികളും പഠിക്കേണ്ടതാണ്. ഏതുപോലെയാണ് ആ പെൺകുട്ടി ഭർത്താവിനെ ശുശ്രൂഷിച്ചത്? പ്രീത്യ ഭവാനീവ ഭവം പ്രഭും, പ്രീതിയോടുകൂടിയിട്ട് മുഖത്ത് നല്ലവണ്ണം എന്ത് വെച്ചു? പ്രസന്നത വെച്ചു, സന്തോഷം വെച്ചു. അതാണല്ലോ പലപ്പോഴും ഇന്ന് കാണാത്തത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം വാടി, കുറെ കഴിഞ്ഞാൽ കൃത്യമായി പോവും ജീവിതം, അഭിനയമായി പോവും, ആ ഹൃദയം നഷ്ടപ്പെടും. അപ്പൊ അതിനെന്ത് വേണം? പ്രീത്യ, എന്ത് വേണം? എപ്പോഴും പ്രീതിയിൽ ജീവിതം കൊണ്ടു നടക്കണം. ഇനിയും കാണാം നമുക്ക്. വിശ്വംബേണ ആത്മശോചേന, ഭർത്താവിനോട് വളരെ ആദരവോടെ പെരുമാറിയതാണ്. ഭാര്യയും ഭർത്താവും ഈ ഏജ് ഡിഫറൻസ് എന്തിനാണ് അത്ര വെക്കുന്നത്? കുറച്ചൊരു ആദരവുണ്ടാവാനാണ്. ഇന്ന് നമുക്ക് ആദരവുണ്ടോ ഇല്ലയോ? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് മുത്തശ്ശി ഒരിക്കലും മുത്തശ്ശന്റെ പേര് പോലും വിളിക്കില്ല.